കല്യാണം കഴിക്കാൻ വരാനായിട്ട് 10 ദിവസം തികച്ചില്ല. ആ സമയത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇങ്ങനെ ഒരു കാര്യത്തിന് പോകുമ്പോൾ രാവിലെ വിളിച്ച് കാശ് മേടിച്ച് എൻ്റെ ഞാൻ അവൾക്ക് പോകാനുള്ള വണ്ടി കാശില്ലാന്ന് പറഞ്ഞപ്പോൾ അന്ന് പോകാനായിട്ടുള്ള കാശ്. നമസ്കാരം സുഹൃത്തുക്കളെ, വിവാഹം കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ പോകുന്ന, വിവാഹത്തിന് മുമ്പ് പല രീതിയിലും നടന്നിട്ടുണ്ടാവാം, പക്ഷെ നടക്കണം എന്നല്ല പറയണത്. പക്ഷെ എന്നാലും വിവാഹത്തിന് ശേഷവും ഇതുപോലെ നടന്ന പെണ്ണുങ്ങളെ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? ആ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞ ആ പയ്യന്റെ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം. പ്രണയം നടിച്ച് മറ്റു പല ആണുങ്ങളുടെ കൂടെ കിടക്ക പങ്കിടുന്ന പെണ്ണുങ്ങളെ എന്ത് വിളിക്കണം? അതിപ്പോ കല്യാണം കഴിച്ചതിന് ശേഷവും അത് തന്നെ ചെയ്താലോ? ഞാൻ അവളെ കല്യാണം കഴിക്കാൻ വരാനായിട്ട് 10 ദിവസം തികച്ചില്ല. ആ സമയത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇങ്ങനെ ഒരു കാര്യത്തിന് പോകുമ്പോൾ രാവിലെ വിളിച്ച് കാശ് മേടിച്ച് എൻ്റെ ഞാൻ അവൾക്ക് പോകാനുള്ള വണ്ടി കാശില്ലാന്ന് പറഞ്ഞപ്പോൾ അന്ന് പോകാനായിട്ടുള്ള കാശ്, ഫുഡ് കഴിക്കാനുള്ള കാശ്, ഇതൊക്കെ അയച്ചു കൊടുത്തത് ഞാൻ. ആ കാശ് മേടിക്കുമ്പോൾ പോലും അവൾക്ക് അറിയാൻ പാടില്ല അവൾ എന്നെ പറ്റിച്ചിട്ട് വേറെ തന്നെ കൂടെ പോവാണെന്ന്. അവളെ കല്യാണം കഴിക്കാനായിട്ട് നിൽക്കുന്ന ഒരുത്തനെ ചതിച്ചിട്ട് അവൾ വേറെ തന്നെ കൂടെ ഇങ്ങനെ ഒരു കാര്യത്തിന് പോയാന്ന് അറിഞ്ഞു വെച്ചുണ്ട്. അതിന് ബസ് കാശ് മേടിക്കുന്ന പോലെ ഉണ്ട്, ഫുഡ് കഴിക്കുന്ന കാശ് മേടിക്കുന്ന എൻ്റെ. അപ്പോൾ അവൾ എങ്ങനെയായിരിക്കും ബ്രോ കണ്ടത്? ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പെൺകുട്ടിയെ പോലും പ്രണയിക്കാത്ത ഒരുത്തൻ, അവനാണെങ്കിൽ കുവൈറ്റിൽ ജോലിക്ക് കയറുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. ആ പരിചയം പതിയെ പ്രണയമായി മാറും. അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രണയം. അവർ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ ആ റിലേഷൻഷിപ്പ് അത്രയും സീരിയസ് ആയി. അങ്ങനെ അവർ വീട്ടിലൊക്കെ സംസാരിച്ചു. പക്ഷെ അവന്റെ വീട്ടില് ഈ റിലേഷൻഷിപ്പിൽ ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു. അവന്റെ അമ്മ സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തി ഈ റിലേഷൻ നടക്കാണ്ടിരിക്കാനായി. പക്ഷെ അവൻ അവൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന്റെ ജീവൻ പോയാലും അവളെ പറ്റിക്കാനോ ഇല്ലെങ്കിൽ അവളെ ചതിക്കാനോ അവൾ ഇട്ടിട്ട് പോകാനോ അവൻ നിൽക്കില്ല. അവൾക്ക് വേണ്ടി ഏതറ്റം വരെ ഫൈറ്റ് ചെയ്ത് അവളുടെ ഒപ്പം നിൽക്കും എന്നുള്ളൊരു വാക്ക്. ആ വാക്കിന്റെ പുറത്ത് അവൻ ഫൈറ്റ് ചെയ്തു. എല്ലാ എതിർപ്പിനെയും അവഗണിച്ച് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി അവരുടെ വിവാഹം കഴിഞ്ഞു. കല്യാണത്തിന് ശേഷമാണ് അവന് പലതും മനസ്സിലായി തുടങ്ങിയത്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട കുറെ ആളുകളുമായിട്ട് അവൾക്ക് ഫിസിക്കലി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ സുഹൃത്തുക്കളെ, ഇതിലൊരു പോലീസുകാരനെ കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് വല്ലാത്തൊരു സങ്കടം. ജനങ്ങൾക്ക് ഒരു മാതൃക ആയിരിക്കേണ്ടതാണ് പോലീസ്. ഒരു പോലീസുകാരനും കൂടി ഇങ്ങനെ ഇതിൽ പെട്ടു. ഈ ഒരു പെണ്ണിനെ ഇങ്ങനെ ഒരു പരിപാടിക്ക് അതിൽ തുടക്കം കുറിച്ചെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടം. എന്തിനാ പെണ്ണെ? എല്ലാ പെണ്ണുങ്ങളല്ല പറയണത്, ഇതിൽ ഈ ചെയ്ത ഒരു പെൺകുട്ടീനെ ഞാൻ പറയണത്. കുട്ടിയെന്നൊന്നും പറയാൻ പറ്റില്ല അവിടെ. പിന്നെ എന്തിനാ ആ പാവത്തിനെ പറ്റിച്ചത്? നിനക്ക് പറ്റിച്ചിട്ട് എന്താണ്? ഒരു ജീവിതം കളഞ്ഞിട്ട് എന്ത് പുണ്യടി നിനക്ക് കിട്ടിയത്? എന്താണ് നിനക്ക് കിട്ടിയത്? എന്തായാലും നിനക്ക് വിധിച്ചിട്ടുണ്ട് കർമ്മ എന്ന് പറഞ്ഞ സംഭവം. അത് നിനക്ക് കിട്ടും. കാത്തിരുന്ന് കാണാം. ഇവിടെ ആരും കിട്ടാതെ പോയിട്ടില്ല, കിട്ടാതെ പോയ ചരിത്രം ഉണ്ടായിട്ടില്ല. ഇനി വേറെ നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള രീതിയിലാണ് അവസ്ഥ. ഇപ്പൊ എന്തൊക്കെയായിരുന്നു? അവന്റെ കൂടെ പോയി നല്ല പോലെ ജീവിക്കട്ടെ, അവൾക്ക് ഇഷ്ടം അവനെയാണെങ്കിൽ അവരെ ഒന്നിച്ച് ജീവിക്കട്ടെ, അവര് നല്ല ജീവിതം മുന്നോട്ട് നയിക്കട്ടെ, അവർക്ക് പ്രാർത്ഥനകള് എന്തൊക്കെയായിരുന്നു. കുറെ ഊളകൾ വന്നിട്ട് കമന്റ് ബോക്സിൽ നിറക്കുകയായിരുന്നു. കിട്ടാതെ പോയിട്ടില്ല. അതിനൊരു ഉദാഹരണമാണ് നമ്മളെ ബാലുശ്ശേരി നടന്ന സംഭവം. എല്ലാവർക്കും അറിയായിരിക്കും. ഷഹല അല്ലേ? ഷഹല ഇതേപോലെ ഒരു മകനെയും കൂട്ടിയിട്ട് അങ്ങനെ പോയതാ മൊബൈൽ ഷോപ്പിൻ്റെ കൂടെ. റാഫി എന്ന് പറഞ്ഞ മൊബൈൽ ഷോപ്പിൻ്റെ കൂടെ അല്ലേ? പോയി കാമുകൻ്റെ കൂടെ പോയി. കാമുകൻ്റെ ഭർത്താവാണെങ്കിൽ ഗൾഫിൽ നിന്ന് വന്ന്, ആ ഭർത്താവ് എന്തൊക്കെ സഹായിച്ചിട്ടാവും വന്നിട്ടുണ്ടാവുക ഗൾഫിൽ നിന്ന് അല്ലേ? ഒരുപാട് സന്തോഷവും സമാധാനവും. കുറച്ച് കാലം ഗൾഫിൽ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് ആ പ്രവാസ ലോകത്തിൽ ചൂടും എല്ലാം കൊണ്ട് ഭാര്യയ്ക്കും മക്കൾക്കും 10 രൂപ ഉണ്ടാക്കി സമാധാനത്തിൽ കുറച്ചു കാലം ഒരു വെക്കേഷൻ വന്നിട്ട് കൂടെ നിന്ന് ജീവിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്ക് ഭാര്യ കാമുകൻ്റെ പിന്നാലെ പോയി. എന്തായാലും അവസ്ഥ. ആ അദ്ദേഹത്തിൻ്റെ ആ മനുഷ്യൻ്റെ മനസ്സ് എന്താ പറയുക, മരിച്ചിട്ടുണ്ടാവും. അത്രയും അവസ്ഥയിലായിരിക്കും ആളുടെ മനസ്സുണ്ടാവുക. വന്നപ്പോൾ ഭാര്യയില്ല, മക്കളുമില്ല, ആരുമില്ല. അതും ഈ പറയുന്ന പോലെ 2-3 പെൺമക്കളുള്ള ആളുടെ കൂടെയാണ് പോയത്. എന്നിട്ടിപ്പോൾ സുഖമായിട്ട് ജീവിതം തുടങ്ങുന്നല്ലേ കരുതിയത്. പക്ഷെ അത് ഒരാഴ്ച 2 ആഴ്ചയുടെ അവർ പിരിഞ്ഞു. അവളുടെ കയ്യിൽ ഈ പ്രവാസിയുടെ ഭർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന വീട്ടിലുള്ള സ്വർണ്ണമൊക്കെ എടുത്തിട്ട് പോയി. ആ സ്വർണം പണയം വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവളെടുത്ത് ചോദിച്ചപ്പോൾ, ഷഹലെടുത്ത് ചോദിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി, പ്രശ്നങ്ങളായി, അടിപിടി തിരക്കായി, ഉന്തും ചവിട്ടും തള്ളും പ്രശ്നങ്ങളൊക്കെ ആയി, എല്ലാം ആയി. ലാസ്റ്റ് കരഞ്ഞ് കാല് പിടിച്ച് ഭർത്താവിൻ്റെ അടുത്തേക്ക് വന്നു. അതിനു മുമ്പ് ഭർത്താവ് കുട്ടീനെ സ്വന്തമാക്കിയായിരുന്നു. നിയമം വെച്ചിട്ട് കുട്ടീനെ സ്വന്തമാക്കി. കുട്ടി കൂടെ ഉണ്ട് ആളുടെ കൂടെ.
ഇപ്പോൾ അവള് തിരിച്ച് ഭർത്താവിൻ്റെ അഭയം തേടി എത്തിയിരിക്കുകയാണ്. കരഞ്ഞ് കാല് പിടിച്ച് ഞാൻ തിരിച്ചു വരാമെന്നൊന്നും പറഞ്ഞിട്ട് ഈ ഒരു വോയിസ് കേട്ടോ. കുട്ടിയായ മർദ്ദനമാണ് ആ സ്ത്രീക്ക് ഇവനിൽ നിന്നും കിട്ടിയത്. മാത്രമല്ല ആ കുട്ടിയെ ഈ അല്പസുഖത്തിന് പോകുന്നവർക്കൊന്നേ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. ഒരു കുടുംബത്തിനെ മൊത്തം കണ്ണീരാഴ്ത്തി, അതും പോരാഞ്ഞിട്ട് മക്കളെ വരെ കണ്ണീരാഴ്ത്തി പോകുന്ന ഈ ഷഹലയുടെ പോലുള്ള ഒക്കെ ഉള്ള പെണ്ണുങ്ങൾക്കുണ്ടല്ലോ, എല്ലാ പെണ്ണുങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല. ഇപ്പോഴും നല്ല കുടുംബത്തിന് നന്നായിട്ട് ജീവിക്കുന്ന പെൺമക്കള്, അതേപോലെ ഇപ്പോൾ ഒരു കുടുംബിനിയാള് ഇന്നും ലോകത്തിലുണ്ട്. പക്ഷെ എല്ലാവരും ഒന്നല്ല, എത്ര കണ്ടിട്ടും കേട്ടിട്ടും ലോകത്ത് മനസ്സിലാവുന്ന ഈ ന്യൂസിലും പല കാര്യങ്ങളിലൊക്കെ വരുന്നുണ്ട്, ഒന്നും മനസ്സിലാക്കുന്നില്ലാണെന്ന് വളരെയേറെ സങ്കടം. അതാണ് എനിക്ക് ഭയങ്കര സങ്കടം. മനസ്സിലാവുന്നുണ്ടോ? എത്രയോ ഫേസ്ബുക്കിൽ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ എന്താ പറയാ, ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാൻ പറ്റും. എന്നിട്ടും ഈ ലോകത്തിലെ ഈ പെണ്ണുങ്ങള്, എല്ലാവരും പറയല്ല, പെണ്ണുങ്ങളെ മനസ്സിലാക്കുന്നില്ലാണ് വളരെ ഒരു വേദന. പിന്നെതാ ഇന്നലെ കണ്ട ന്യൂസാണ്, ഇതൊന്ന് കണ്ടു നോക്കുക. അവിഹിത ബന്ധത്തിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? അവിഹിതം നല്ല രസമാണ് ചെയ്യുന്നവർക്ക്, കാണുന്നവർക്ക് അത്ര രസമല്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിഹിതം എന്ന് പറഞ്ഞാൽ ഉണക്കമീൻ പോലെയാണ്. നാട് മുഴുവൻ അറിയാലും നമുക്ക് രുചിയായിരിക്കും. ഇത് 12 വർഷം അല്ലേ, 12 വർഷം കൂടെ ഉണ്ടായിട്ട്, പക്ഷെ 12 വർഷം കാമുകന്റെ പിന്നാലെ നടന്നതാണ് ന്യൂസിൽ പറയുന്നത്. 12 വർഷം കാമുകന്റെ കൂടെ, അതും ഭർത്താവ് അറിയാതെ. എന്തല്ലേ, എന്തായാലും കാമുകൻ ഇങ്ങനെ റോട്ടിലിടിച്ച് പിടിച്ചിട്ട് റോട്ടിലിട്ട് അടിക്കാണ്. ഇവളൊന്നും അടിക്കൊന്നല്ല വേണ്ടത്. ഇവളൊക്കെ സത്യം പറഞ്ഞാൽ നല്ല അരിമുളക് ഇട്ട് മസാല തിരുമ്പിയിട്ട് എവിടെ സുഖം കിട്ടുന്ന വെച്ചാൽ അവിടെ തേമ്പി കൊടുക്കണം. അതാണ് വേണ്ടത്, അല്ലാതെ അടിച്ചിട്ട് കാര്യമില്ല. ശരിയല്ലേ? എന്താ ചെയ്യാ, ലോകമൊക്കെ ആകെ നശിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ ഒരു അവിഹിതം, ഭർത്താവ് അറിയാതെ ഈ ഭാര്യമാര്, പെണ്ണുങ്ങൾ എന്ത് പാവത്തിനാ ഇങ്ങനെയൊക്കെ ഇതാവണം? അവരൊക്കെ എന്താണ് വിളിക്കേണ്ടത്? ഒന്ന് സഹോദരിമാരെ, പെങ്ങന്മാരെ, ഒന്നേ പറയാറുള്ളൂ, നിങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും, ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലും പ്ലാറ്റ്ഫോമിലും പണ്ടത്തെ പോലെ ഒന്നല്ല. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ സ്നേഹം പണ്ടത്തെ സ്നേഹമൊന്നും ഇപ്പം അല്ല. പണ്ടത്തെ സ്നേഹം ഇപ്പം ഇല്ലേ ഇല്ല. ഇപ്പൊക്കെ ഒരു മോഡിഫിക്കേഷനാണ് സ്നേഹമായാലും എല്ലാം. പിന്നെ ഞാൻ ഒന്നേ പറയുള്ളൂ, ഒരു അപേക്ഷയാണ്. ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ന്യൂസിലും ഒക്കെ നമുക്ക് എല്ലാം പണ്ടത്തെ പോലെ അല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എല്ലാം ഇങ്ങനെ അറിയാൻ കഴിയും. ഇതൊക്കെ കണ്ടിട്ടെങ്കിലും പഠിച്ചൂടെ നിങ്ങൾക്ക്? ഒന്ന് മനസ്സിലായിക്കൂടെ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പെണ്ണുങ്ങളും അതേപോലെ ആണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ചില പുരുഷന്മാരും ഇങ്ങനെ ഉണ്ട്, അതും ഒരു സംഭവമാണ്. അപ്പോൾ അവർക്കും കൂടി ചേർത്തി പറയാണ്, ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ ഭദ്രത, ഒരു കുടുംബം, മക്കള്, കുടുംബം, അതിന് മാത്രം നോക്കിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുക എന്ന് മാത്രം ഒരു അപേക്ഷ. വേറെ ഒന്നുമില്ല. അടുത്തുകൂടി നമുക്ക് വീട്ടിൽ കാണാം.